അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള, പിള്ളേർക്കൊക്കെ സ്കൂൾ വിട്ട് വന്നുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ് ബജിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തെല്ലാം ചേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചേർത്തിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഇത് മനസ്സിലാകത്തുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേ തന്നെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട നടുകെ നല്ലോണം കഴുകി വൃത്തിയാക്കി പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന 3 മുട്ട നടുകെ കീറി 2 ആക്കി വെച്ചിട്ട് അത് 6 കഷ്ണമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് 1 കപ്പ് കടലമാവും 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിന് നല്ല സൈഡൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അതിനാണ് കോൺഫ്ലവർ പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്താൽ മതി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. നല്ല മണവും ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ 1 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കണം കേട്ടോ. അതാണ് അതിൽ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അതും കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്ത കോഴിമുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ബജി ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാൻ നല്ല അതുപോലെ മുകളിൽ നല്ല മുരിഞ്ഞതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ കൈകൊണ്ട് ഞെക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ല നല്ലൊരു ഒച്ചയുണ്ടാവും കേട്ടോ. അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ മുട്ടയല്ലാതെ നിങ്ങൾക്ക് ഈ ഉണ്ടാക്കിയിരിക്കുന്ന ബാറ്ററിൽ കായ ഉണ്ടല്ലോ, പച്ചക്കായ, അതും മുക്കി നമുക്ക് ഇതുപോലെ ബജി ഉണ്ടാക്കാം കേട്ടോ. ഇതേപോലെ ബാറ്റർ തയ്യാറാക്കിയാൽ മതി. അതിനകത്ത് ഈ കടലമാവിൻ്റെ കൂടെ നമ്മൾ ഇതുകൂടി ചേർക്കണമെന്നുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടിയിലാണ് ചേർക്കുന്നതെങ്കിൽ ചില ആളുകൾ കടലപ്പൊടിയും മൈദപ്പൊടിയും കൂടി പകുതി എടുത്തിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അരിപ്പൊടിയോ കോൺഫ്ലവർ പൊടിയോ ചേർത്താലേ അതിനൊരു മയം കിട്ടത്തുള്ളൂ. എന്നിട്ട് അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് ഈ ദോശമാവിൻ്റെ പരുവത്തിലുള്ള ബാറ്ററാക്കി തയ്യാറാക്കിയെടുക്കണം. അതിനുശേഷം ആ ബാറ്ററിലേക്ക് ഓരോ കോഴിമുട്ടയുടെ പകുതിയും ഇട്ട് സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും നല്ലതുപോലെ കൈ കൊണ്ടോ ഇളക്കി നല്ലോണം പിടിപ്പിച്ചതിന് ശേഷം, സത്യം പറഞ്ഞാൽ സ്പൂണാട്ടോ നല്ലത്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആകത്തില്ല. അതുകൊണ്ട് കോരി ആ സ്പൂണിൽ നിന്നെടുത്ത് എണ്ണയിലേക്കിട്ട് മൊരിച്ചെടുത്താണ്ടല്ലോ നമ്മുടെ അടിപൊളി എഗ് റോസ്റ്റ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് കമൻ്റ് അറിയിക്കാൻ മറക്കരുത്.